ഇന്നത്തേതൊരു കുഞ്ഞു സ്റ്റോറിയാണ് കേട്ടോ. നമ്മൾ അമ്മമാർക്ക് നമ്മുടെ മക്കൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ ആ ദിവസം നടന്ന് ഒത്തിരി സ്പെഷ്യൽ ആ ഒരു ഫീൽ അറിഞ്ഞിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റും. കേതൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയതും ഞാൻ കേതൻ ഉണ്ടായതിനു ശേഷം വർക്കിന് പോകാൻ തുടങ്ങിയതും ഒരേ സമയത്തായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ അമ്മയുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ആൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിലും പിന്നെ പതുക്കെ ആൾക്ക് ഭയങ്കര സങ്കടമായി തുടങ്ങി കേട്ടോ. സങ്കടം എന്ന് പറഞ്ഞാൽ വാൻ വരുമ്പോഴത്തേക്ക് ആൾ കരഞ്ഞും കൂവിയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 2-3 ദിവസം മാത്രമേ ആ ഒരു സങ്കടവും കരച്ചിലൊക്കെ നീണ്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ ആൾ ഹാപ്പി ആയിട്ട് ബൈ ഒക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങി. അതുകൊണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് നമ്മളമ്മമാർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാനാണെങ്കിൽ കേതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരു 3 വർഷം. അതുകൊണ്ട് തന്നെ കേതിനെ നമ്മൾ ഈ അമ്മക്കോഴിയിൽ കുഞ്ഞിക്കോഴിയിലൊക്കെ ചിറയിനടിയിരുത്തതില്ല, അതുപോലെ നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പെട്ടെന്ന് അവരിങ്ങനെ വേറൊരു എൻവയോൺമെൻറ്റ് വേറെ ആൾക്കാരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്കൊരു അഡ്ജസ്റ്റ് ആവാനൊക്കെ ബുദ്ധിമുട്ട് വരും. എന്താണെങ്കിലും അത് ഒത്തിരി ദിവസം നീണ്ടുപോയില്ല. എന്താണെങ്കിലും അതിനുശേഷം എന്താ ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ കേതിൻ്റെ സ്കൂളിലെ ആർട്സ് ഡേയും സ്പോർട്സ് ഡേ ഒക്കെ വന്നു കേട്ടോ. ആ ഒരു ദിവസം നമ്മൾ പേരൻസിനും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. അതുകണക്ക് തന്നെ എല്ലാ പേരൻസിനെയും മൈക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുഞ്ഞു മക്കൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരുപാട് ഹാപ്പിയോടെ ചേർന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ തോന്നിയത്. ഇന്നും ആ ഒരു ദിവസം എനിക്ക് ഓർക്കാൻ പറ്റില്ല. അതുപോലെ സങ്കടമുള്ള ദിവസമാണ്. കാരണം കേതും ഭയങ്കര കരച്ചിലായിരുന്നു. കേതും മാത്രമല്ല ഒരു സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങളും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അമ്മമാരെയൊക്കെ മനസ്സങ്ങ് വിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. എല്ലാ അമ്മമാരും അങ്ങനെ ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഒരുപാട് പാമ്പർ ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു. അവർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ എന്താണെങ്കിലും കേതിൻ്റെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. അങ്ങനെ കേതിനെ വിളിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ കേതൻ ആ വർഷം അങ്ങ് പോയി. കേതിൻ്റെ ആർട്സിലെയും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ നഴ്സറിയിലെ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞ് കേതിൻ്റെ ഈ വർഷം LKGയിലേക്ക് പോയി. അങ്ങനെ സ്പോർട്സ് ഡേയുടെ ഡേറ്റൊക്കെ അനൗൺസ് ചെയ്തപ്പം എനിക്ക് ആകെ മൊത്തം ടെൻഷനായി, ആകെ മൊത്തം സങ്കടമായി. ദൈവമേ, ഇന്നും പോയിരുന്നു ഈ കരച്ചിലൊക്കെ കാണുമല്ലോ എന്നാലും പെട്ടെന്ന് സ്കൂളൊക്കെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രോബ്ലം കൊണ്ട് കുട്ടികൾക്ക് അറിയുന്നൊക്കെ വിചാരിച്ച് ഇത്തവണ അവരുടെ സ്കൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. അത് കണക്ക് തന്നെ പേരൻസിനെ ഒന്നും അലോ ചെയ്തിട്ടില്ലായിരുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് മാത്രമായിരുന്നു പേരൻസ് വന്നത്. കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഗെയിംസിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് സാറ്റർഡേസിലൊക്കെ അവരിങ്ങനെ പ്രാക്ടീസ് വെക്കും കേട്ടോ. പക്ഷേ അതിനൊന്നും തന്നെ ഞാൻ കേതിനെ വിടാറില്ലായിരുന്നു. ഇത്ര ചെറുതില്ലേ നമ്മളിതിനെ ഇത്രയും പ്രഷർ കൊടുത്ത് ശനിയാഴ്ച കൊണ്ട് അവരെ വിടുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ശനിയാഴ്ചയൊക്കെ പഠിക്കാൻ പോകണ്ട എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ വരാറുണ്ട് കേട്ടോ. കാരണം നമ്മളെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. എന്താണെങ്കിലും ഇതാ കേതം പ്രൈസും വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം കേതം പോകുന്നതിന് മുമ്പ് ചുമ്മാ ഞാനൊരു പേരിന് പറഞ്ഞു അമ്മയ്ക്ക് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞേന്ന്. സത്യം പറഞ്ഞാൽ ഇതാ ഒന്നല്ല 3 പ്രൈസും പിടിച്ചുകൊണ്ട് കയറി നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ കണങ്ങ് നിറഞ്ഞു പോയി. എല്ലാ അമ്മമാർക്കും അത്രയേ ഉള്ളൂ അല്ലേ. നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഓരോ പ്രൈസ് അവർക്ക് എത്ര വില. അപ്പോൾ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ആദ്യ വർഷം ഭയങ്കര കരച്ചിലും അവർക്ക് സ്പോർട്സും ആർട്സ് ഡേ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. സോ ആദ്യത്തെ കരച്ചിലൊന്നും കണ്ട് സങ്കടപ്പെടേണ്ട. അവരുടെ ഇൻട്രസ്റ്റ് പതിയെ അവർ തന്നെ കാണിച്ചു. ആള് പ്രൈസും കൊണ്ട് വന്നത് ഈ പറയുന്ന കേട്ടപ്പോഴായിട്ട് എൻ്റെ കണ്ണ് ശരിക്കും നിറഞ്ഞത്. അതുകൊണ്ടാണ് മാച്ചത്. ഗുഡ് ബൈ.